എല്ലാ കാലത്തും പാകിസ്ഥാനെ അമേരിക്ക പിന്തുണച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക നാടകം കളിക്കുകയുമായിരുന്നു. ഇപ്പോഴിത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നുവെന്ന് അമേരിക്കയ്ക്ക് തന്നെ മനസ്സിലായി. അമേരിക്ക പാകിസ്ഥാനെതിരെ വന്നിരിക്കുകയാണ്. ബിൻ ലാദന് ആരാണ് അഭയം കൊടുത്തത്? അത് പാകിസ്ഥാനാണ്. ബിൻ ലാദൻ എന്താണ് ചെയ്തത്? അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ ഇടിച്ചു നിരത്തി. ആ ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി. എന്നാൽ അപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബിൻ ലാദൻ പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു. പാകിസ്ഥാൻ ബിൻ ലാദന് അഭയം കൊടുത്തു. ഈ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഇറങ്ങി അമേരിക്ക തീർത്തു. ഇത് പാകിസ്ഥാനോട് ചോദിച്ചിട്ട് തന്നെയാണ്, പാകിസ്ഥാൻ കാട്ടിക്കൊടുത്തതുമാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. അതെല്ലാം നമുക്കറിയാവുന്ന കഥകളാണ്. കാരണം അമേരിക്കയ്ക്ക് മുമ്പിൽ പാകിസ്ഥാന് മറ്റു വഴികളില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോഴിതാ പാകിസ്ഥാന്റെ വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷിയിലും ആണവായുധ വ്യാപനത്തിലും US ഇന്റലിജൻസ് മേധാവി തുളസി ഗബ്ബാർഡ് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 2026 ഭീഷണി വിലയിരുത്തൽ റിപ്പോർട്ട് സെനറ്റർമാർക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതിന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ മാരകത വർദ്ധിപ്പിക്കുന്ന രീതി അത് ഉടൻ തന്നെ US മണ്ണിൽ എത്തിയേക്കാം എന്നുള്ള ആശങ്കയാണ് അമേരിക്ക പ്രകടിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ പാത ഇപ്പോൾ ഉത്തര കൊറിയയുടേതിന് സമാനമാണ്. ഇത് ആഗോള സമാധാനത്തിന് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. മുൻ റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ മിസൈലുകൾ ദക്ഷിണേന്ത്യയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ഗബ്ബാർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാന്റെ പുതിയതും നൂതനവുമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ആണവ അല്ലെങ്കിൽ പരമ്പരാഗത പോർമുനകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അവയുടെ മാരകത അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്താൻ സാധ്യതയുള്ളതാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. പാകിസ്ഥാൻ ആയുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ചൈനയിൽ നിന്ന് ലഭിക്കുന്ന സാങ്കേതിക സഹായത്തോടെ അവയെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. പ്രത്യേകിച്ചും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം നേരിടാൻ കഴിവുള്ള MIRV ശേഷി, അബബിൽ പോലുള്ള മിസൈലുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സൈനിക ശേഷി ഇനി പ്രതിരോധത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഭീകരവാദത്തെയും ആണവ സുരക്ഷയെയും പാകിസ്ഥാൻ ഒരുപോലെ നേരിടാൻ സാധിക്കില്ല. പാകിസ്ഥാൻ ആണവായുധങ്ങൾ ഭീകരരുടെ കയ്യിൽ എത്തിക്കും എന്ന് തന്നെയാണ് അമേരിക്ക കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.